നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചെയ്തില്ല? നിങ്ങൾ വിശ്വസിച്ചില്ല. ഒന്ന്, ഒരു തലമുറയെ എടുത്തുകൊണ്ട് പിതാവ് പോകുന്നത് പോലെ, ആമേൻ, ഒരു തലമുറയെ എടുത്തുകൊണ്ട് പിതാവ് നടക്കുന്നത് പോലെ, അതിനേക്കാൾ ക്ഷേമത്തോടെ നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു ദൈവം ഇതിനകത്തുനിന്ന് രാത്രി ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, ദൈവം ഇന്ന് രാത്രി നിന്നോട് പറയുന്ന ഓരോ വാക്കുകൾക്കും ഈ രാത്രി അതിൻ്റെതായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അങ്ങനെ പറയുന്നത്? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഈ രാത്രി നിന്റെ പടിവാതിൽക്കകത്ത് അവൻ നടന്ന് കയറി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രി മറന്നു പോകരുത്. ദൈവം നമുക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട രാത്രി ഈ രാത്രി എനിക്കും നിനക്കും വേണ്ടി ഒരുക്കപ്പെട്ട രാത്രിയാണ്. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിൽ അറിയാതെ ചില ചിന്തകൾ ഇങ്ങനെ വന്നു. ഒരു മനുഷ്യൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പരിമിതി ഉണ്ടല്ലേ? ഹല്ലേലൂയ. ഒരു ദിവസം നടക്കാൻ പറ്റുമോ? പിതാക്കന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെടുത്ത് നടക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പന്മാരിപ്പുണ്ട്. 20 വയസ്സായ, 21 വയസ്സായ, 30 വയസ്സായ, 40 വയസ്സായ മക്കളെ എടുത്ത് നടക്കാൻ പറ്റുമോ? ഒരു അപ്പന് നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പക്ഷെ ഇവിടെ നോക്ക്, നമ്മുടെ കർത്താവ് പ്രായം നോക്കാതെ സകലത്തെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. ഈ ദൈവത്തിന് ഇന്നും എന്നേക്കും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിനക്ക് 50 വയസ്സായി, നിന്നെ എനിക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ദൈവം പറഞ്ഞില്ല. നിനക്ക് 80 വയസ്സായി, എനിക്ക് നിന്നെ എടുക്കാൻ കഴിയില്ല എന്ന് ദൈവം പറഞ്ഞില്ല. നിനക്ക് 20 വയസ്സായി, എനിക്ക് നിന്നെ എടുക്കാൻ കഴിയില്ല എന്ന് ദൈവം പറഞ്ഞില്ല. എന്ന് നിനക്ക് 55 വയസ്സായി, എനിക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ദൈവം പറഞ്ഞില്ല. വചനം എന്താ പറയുന്നത്? നിറയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കാം. ഹല്ലേലൂയ. നിറയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കാം. ആരും നിന്നെ ചുമന്നില്ലെങ്കിലും, ആരും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഞാൻ നിന്നെ ചുമക്കാം. ഇന്ന് രാത്രി ആ ചുമരിന് ലക്ഷോപലക്ഷം ജനത്തെ വഹിപ്പാനുള്ള കഴിവുണ്ടെന്ന് രാത്രി അറിഞ്ഞുകൊള്ളണം. നമ്മുടെ കർത്താവ് കഴിവില്ലാത്തവനല്ല, അവൻ കഴിവുള്ളവനാ. നിനക്കിന്ന് രാത്രി ശക്തിയില്ലെങ്കിലും നിന്റെ ശക്തീകരിക്കുന്ന, നിന്നെ നടത്തുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഈ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കുഴപ്പമല്ല കേട്ടോ, അത് ദൈവത്തിന്റെ കുഴപ്പമല്ല. നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ച ഇതിനകത്ത് ഇറങ്ങിയതല്ലേ. പക്ഷേ ഇന്ന് ഞാൻ പകൽക്കാലം ഒരാളിനോട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസിയെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇന്ന് രാത്രി തരാൻ പോകുന്ന അത്ഭുതം ചെറുതല്ല കേട്ടോ, അത് വലുതാ. ഒരാരാധന നീ ജീവിതത്തിൽ മുടങ്ങിയാൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് പറവറ ആരാധന മുടക്കം വരും. പക്ഷെ ഇന്ന് രാത്രി മുടക്കം വരുത്താത്തൊരു ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. കേവലം ഒരു പല്ലുവേദന വന്നാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാതെ വീട്ടിനകത്തിരിക്കും. കേവലം ഒരു പനി വന്നാൽ അന്ന് ദൈവത്തെ ആരാധിക്കത്തില്ല. ഇടിവെട്ടിക്കുന്ന ദൈവം അന്തരീക്ഷത്തിൽ ഇടിവെട്ടിച്ചാൽ അന്ന് അയ്യോ ഭയങ്കര ഇടിയാണെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് നമ്മൾ കയറി ശരണം പ്രാപിക്കും. ഇന്ന് രാത്രി മൂടനായ മനുഷ്യ, ഇടിവെട്ടിക്കുന്ന ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കി വച്ചിട്ട് അത് ദൈവമെന്ന് പറഞ്ഞിട്ട് ആ സ്തംഭത്തിന് മുകളില് ഇടിവെട്ടാതിരിക്കാൻ നീ ഇലക്ട്രിക് സംവിധാനം ചെയ്താലും അതൊക്കെ ഈ ഭൂമിയിൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ.
ആമേ. നിങ്ങൾക്കറിയാമോ, അമേരിക്കൻ രാജ്യത്ത് ഇന്നലെ രാത്രി ചുഴലിക്കാറ്റാഞ്ഞടിച്ചു. മരണം സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും അവർ ആവറേജ് ഒക്കെ കണക്ക് നോക്കിയിട്ടപ്പോ 35 എന്നാൽ അവർക്കറിയാം 35, 500, 1000 ഒന്നും അല്ല കേട്ടോ, അതുക്കും മേലെ സംഖ്യ കടന്നിരിക്കുന്നു. ആമേ. നാഥന്റെ വരവ് വാതുക്കലായ കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്കും പലപ്പോഴും എനിക്കും ചിന്തിക്കാൻ ഇങ്ങനെയുണ്ട്, ദൈവമേ ആമേ എന്താ വരാത്തത്? ആരാ പറഞ്ഞത് കർത്താവ് വന്നില്ല എന്ന്? കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാലേ എല്ലാം ഒരുമിച്ചങ്ങ് പോകും. ഒരുമിച്ച് പോകാനല്ല. എന്താ വണ്ടികളല്ല ഇലക്ട്രിക് ആയെന്നറിയാമോ? ഇനി കർത്താവ് വെള്ളം കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കത്തില്ല. എന്തെന്നറിയാമോ? കറണ്ട് കയറ്റിയത് വണ്ടിയില് എല്ലാം 1 സെക്കൻഡ് കൊണ്ടായിരിക്കണം. ഇനി ഞാൻ വെള്ളം കൊണ്ട് ഈ ഭൂമിയെ അവൻ ന്യായം വിധിക്കത്തില്ല. ഇനി ഞാൻ തീ കൊണ്ട് ന്യായം വിധിക്കും. ന്യായവിധി അഗ്നി കൊണ്ടാണ്. അപ്പോൾ സൈക്കിൾ മുതൽ സകല റോട്ടിൽ ഓടുന്ന സകല വാഹനങ്ങൾക്കും അവൻ ഇലക്ട്രിസിറ്റി അവൻ കണക്ട് ചെയ്തു. എന്തെന്നറിയാമോ? ഒറ്റ സ്ഫോടനം സകലതും ചാരമായി പോകും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ശ്മശാനം പോലെയാകും ഈ കാലഘട്ടത്തിൽ വാഹനങ്ങൾ. ദൈവത്തിന്റെ സംവിധാനം അതിശീഘ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 49-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യവും 49, 19 പഠിക്കുമ്പോൾ, 49, 11 പഠിക്കുമ്പോൾ, 49, 15 പഠിക്കുമ്പോൾ, 49, 22 പഠിക്കുമ്പോൾ, 49, 20 പഠിക്കുമ്പോൾ, 49, 21 പഠിക്കുമ്പോൾ, 49, 22 പഠിക്കുമ്പോൾ, 49, 24 പഠിക്കുമ്പോൾ, 49, 26 പഠിക്കുമ്പോൾ, 49, 27 പഠിക്കുമ്പോൾ പ്രാണകാന്തന്റെ വരവ് വാതുക്കലായി. സ്വസ്ഥത കിട്ടാത്ത മനുഷ്യൻ ആമേ സ്വസ്ഥത തേടി പോകുന്നെന്ന് പറഞ്ഞാൽ എന്താ ദൈവദാസന്? ഒറ്റ ശ്വാസത്തിൽ ഇത്രയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? ഈ രാത്രി നിങ്ങൾക്കൊരു കുഞ്ഞിനെ പോലെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രാണകാന്തന്റെ വചനമായി ഈ രാത്രി ഞാൻ പ്രസ്താവിക്കുന്നത്. കർത്താവ് പറയുക, ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും പോലെ നിനക്ക് 40, 50, 60 വയസ്സായെങ്കിൽ ഭാരപ്പെടണ്ട. മനുഷ്യൻ തള്ളിയാൽ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് വചനം വിളിച്ചു പറയുന്നെങ്കിൽ നിന്നെ ചുമക്കാൻ, എന്നെ ചുമക്കാൻ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഒരു യൂറോപ്യൻ കൺട്രീസും നോക്കി നിൽക്കെ സർവ മാനവരാശിയെയും കരത്തിൽ വഹിക്കാൻ ബലമുള്ള ഒരു ദൈവത്തെ ഈ രാത്രി ആരാധിക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? അങ്ങനെ ഉള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം കൊടുത്തോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യൂറോപ്യൻ കൺട്രീസ് പറയുക, നിങ്ങൾ ഇങ്ങ് പോരെ, 60 വയസ്സേ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. ഇപ്പൊ എല്ലാവരും യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം വാർദ്ധക്യമായാലും നല്ല സാപ്പാട്, നല്ല ട്രീറ്റ്മെന്റ്, നല്ല റൂം, ആമേ സ്തോത്ര, ആമേ നല്ല പരിചരണം, ആമേ എല്ലാം നല്ലത് 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 നല്ലത്, വെരി ഗുഡ്, എല്ലാം എക്സലന്റ് ആയിരിക്കുന്നു, എല്ലാം ബ്യൂട്ടിഫുൾ, എല്ലാം നല്ല കംഫർട്ടബിൾ ആയി പുറത്തേക്ക് വരുമ്പോൾ വചനം മറന്നു പോകരുത്. ഈ ഭൂമിയുടെ അറ്റത്തോളം നീ പോയി പാർത്താലും അവിടെ എന്റെ കരമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. 139 സങ്കീർത്തനം എഴുതി തുടങ്ങുമ്പോൾ പറയുക, നീ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും അവിടെ എന്റെ കരമുണ്ട്. നീ സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താൽ അവിടെയും എന്റെ കരമുണ്ട്. നീ ആമേ സ്തോത്രം നക്ഷത്രങ്ങളിൽ കൂട് വച്ചാലും അവിടെയും എന്റെ കരമുണ്ട്. നീ പാറക്കിടയിൽ പോയി പാർത്താലും അവിടെയും എന്റെ കരമുണ്ട്. ഇന്ന് രാത്രി ആ കരം, ഈ കരത്തെ ഒളിച്ച് ഒരിടത്തും പോകാൻ നമുക്ക് കഴിയത്തില്ല. ഓ റിബലമ ശമനവരഗതുനി അതുരകരാജകൽക്കന വൈഡമനാരകൾ പ്രൗഢമരക്ഷ. ഹല്ലേലൂയ. ഇന്നൊരു ദൈവദാസന് ദൈവദാസന് പ്രൈസ് ഞങ്ങള് യൂറോപ്പിലേക്ക് സെറ്റിൽ ആകാൻ പോകുകയാണ്. ഞാൻ നല്ലത് ഏറ്റവും നല്ല മനോഹരമായ സ്ഥലമല്ലേ ആമേ, പണ്ടത്തെ മാൾട്ട, പ്രൈസ് ഇന്നത്തെ മാൾട്ട, പണ്ടത്തെ മെലിത്ത, അങ്ങനെ തുടങ്ങി യൂറോപ്യൻ കൺട്രീസിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന രാജ്യങ്ങൾ, പ്രൈസ് ഇങ്ങനെ കിടക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. ആമേ, നിങ്ങൾ മറന്നു പോകണ്ട.
എല്ലായിടത്തും പോയി നിങ്ങളൊന്ന് കാണുക, എല്ലായിടത്തും നിങ്ങൾ പാർക്കുക. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഈ പുസ്തകം പറയുന്നു സർവ മാനവരാശിയുടെ ഉടമസ്ഥൻ ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആര് പരിചരിക്കാമെന്ന് പറഞ്ഞാലും അവരെല്ലാം ഒരു സമയത്ത് അടച്ചു പൂട്ടുന്ന ഒരു നാഴികയുണ്ട്. ഈ പുസ്തകം ശരിയാണെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രീസും എന്റെ പൊന്ന് ദൈവദാസനെ നിന്നെ പരിചരിക്കത്തില്ല, നിന്നെ വയസ്സാകുമ്പോൾ നോക്കത്തില്ല. ഈ അപ്പൻ പറയുന്നു നിനക്ക് എത്ര വയസ്സെന്നല്ല വിഷയം. ഹല്ലേലൂയ, ഞാൻ നിന്നെ ചുമക്കാമെന്ന് ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിഫലവും കൂടാതെ ഈ ദൈവം ചുമക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി അവൻ ചുമക്കാൻ ശക്തൻ. ഹല്ലേലൂയ, ശബദബദഗദുനി, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഓ, രോഗിയായി കിടക്കുന്ന അപ്പൻ, ഹല്ലേലൂയ, രോഗിയായി കിടക്കുന്ന അപ്പനെ കണ്ടപ്പോ പുച്ഛത്തോടെ മക്കൾ പറയാ, ഹോ ഒന്ന് ചത്തൂടെ. എന്നിട്ട് വെളിയിറങ്ങി പറയാ, ചാകുന്നുമില്ല, കട്ടിൽ ഒഴിയുന്നില്ല. ഈ മക്കൾക്ക് വേണ്ടി കരഞ്ഞ മുഴങ്കാൽ മടക്കി മുട്ടിലെ തഴമ്പ് ഇന്നും മാറിയിട്ടില്ല. നിറകണ്ണുകളോടെ കരഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നിട്ടും എല്ലാം മാറ്റിവച്ചിട്ട് മുഴങ്കാലിൽ നിന്ന് റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ട് ആമേൻ ഫോണെല്ലാം സൈലന്റ് ആക്കി വെച്ച് മുഴങ്കാലിൽ ഇരുന്ന ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അപ്പനൊരു ആമേൻ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുക, പോയി ചത്തൂടെ. മനുഷ്യനെ ഇല്ലാതാക്കാൻ പുറത്തുനിന്ന് ഫ്രണ്ട്സ് വരുമ്പോ യൂറിയന്റെ സ്മെല്ല്, ഏത് ലോഷൻ ഇട്ടിട്ടും സ്മെല്ല് മാറുന്നില്ല. ആമേൻ, അടുത്തൊരു പ്ലാൻ ചെയ്തു, മക്കള് 7 എല്ലാം കൂടെ ഒരു പ്ലാൻ ചെയ്തു, ഇദ്ദേഹത്തിനെ കൊണ്ട് വൃദ്ധസദനത്തിലിടാം. അപ്പൊ ഒരാൾ പറയാ, വേണ്ട അവിടെ കിടന്നാലും അവിടെയും മൂത്രമൊഴിച്ച് നാറ്റിക്കും. ഈ മനുഷ്യന് കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേറ്റ് കടത്താം. സ്തോത്രം. അടുത്തൊരാൾ പറയാ, സ്റ്റേറ്റ് കടത്തണ്ട, അങ്ങ് കൊന്നു കളയാം. അതിന് കണ്ടെത്തിയതാണ് തലകണ, പില്ലോ. പ്രൈസലോ, മറന്നു പോകരുത്, പില്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പന്റെ യൂറിയൻ എത്രയോ പ്രാവശ്യം എന്നെ കേൾക്കുന്ന പൈതലെ, നീ അപ്പന്റെ വായിൽ കൂടെയും അപ്പന്റെ ശരീരത്തിൽ കൂടെയും അപ്പന്റെ പാൻസിൽ കൂടെയും ഒക്കെ നീ 1ഉം 2ഉം ഒക്കെ സഹിച്ചപ്പോ അപ്പൻ നിന്നെ കളഞ്ഞില്ല, ചേർത്ത് പിടിച്ചു. അപ്പനെ കൊല്ലാൻ നീ പദ്ധതി ഒരുക്കുകയാണോ ഇന്ന് രാത്രി? ഏതൊക്കെയോ തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അമ്മ എവിടെയൊക്കെയോ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നീ അമ്മയെ ചുമക്കാൻ വയ്യേ, അമ്മയെ നിനക്ക് എന്താ വഹിക്കാൻ വയ്യെന്നാണോ? ആ അമ്മ നിനക്ക് വേണ്ടി ആമേ ഒഴുക്കിയ കണ്ണുനീര് നിനക്ക് വേണ്ടി ചൊരിഞ്ഞത്, നിനക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച, നെഞ്ചിലെ ചോര വരെ നിന്നെ കൊണ്ട് ഊറ്റിക്കുടിപ്പിച്ച, നിന്റെ ശരീരത്തെ പൂട്ടിവെപ്പിപ്പാൻ അമ്മ നിനക്ക് തന്നത് എന്താ? സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്ര പ്രാവശ്യം ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കായി അമ്മ ഡ്രസ്സ് മാറി ഇറങ്ങി, അന്ന് കത്രിമേശയുണ്ട്, ഇറങ്ങിയപ്പോ പറയുക, മോനെ ഞാൻ നിന്നെ എടുത്തോട്ടെ, ഇറങ്ങി വാ, ഞാൻ എടുത്തോളാം. വയസ്സ് 2ആയി. എടുത്തപ്പോഴേ അവൻ ആ ഒക്കത്തിരുന്ന് ആമ അങ്ങ് സാധിച്ചു. ആ വെള്ള സാരിയെല്ലാം ചീത്തയായി. ഇനി എങ്ങനെ ഇത് കഴുകും, അല്ലെങ്കിൽ ഈ മനുഷ്യൻ താഴെ ഇടാം. അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. കുഴപ്പമില്ല മോനെ, നീ പേടിക്കണ്ട, ഇന്നല്ലേ സ്നഗ്ഗിയൊക്കെ വന്നത്, എന്തൊക്കെയോ തന്നെ കൂട്ടിക്കെട്ടി അതിനെ കെട്ടി ഇറുക്കി അങ്ങ് വച്ചാൽ പിന്നെ 3 മാസം കഴിഞ്ഞേ അഴിച്ചത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു തുണിക്കണ്ട മാത്രമേ ഉള്ളൂ, അതിന്റെ പേര് കോണകം എന്നൊരു കോണകം. ഈ സാധനമേ ഉള്ളൂ അന്ന്. ഇന്നല്ലേ നീളത്തിൽ എടുത്ത് വെച്ചിട്ട് മടക്കി 4 മടക്കി സഞ്ചി പോലെ വച്ച് റബ്ബറിന് ആമേ മുകളിൽ ഷെയ്ഡ് വെക്കുന്നത് പോലെ വെള്ളവും താഴോട്ട് വരാതെ ഇതിനെ പഞ്ഞി പോലെ ആക്കി അകത്തോട്ട് കയറ്റി ഒരു തള്ളും ഒരു അടിയും. ആമേ, മിണ്ടായത് ഇവിടെ ഇരുന്നോ, ഇനി അടുത്ത ആഴ്ച നിന്നെ അഴിക്കത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ അല്ല അന്ന് അമ്മ പറഞ്ഞത്. ഹല്ലേലൂയ. എന്റെ മകൻ എത്രത്തോളം എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, കാരണം എന്നെ ഏൽപ്പിച്ചത് അപ്പനാണ്. എന്താ ദൂത് കയറി വന്നത്? ഇന്ന് രാത്രി മറന്നു പോകരുത് കേട്ടോ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ ആമേൻ നടക്കുന്നു. ഹല്ലേലൂയ. അവൻ നടക്കുന്ന ദൈവമാണ്. അവർ ഇന്ന് രാത്രി നമ്മുടെ മുൻപിൽ ഇറങ്ങി വന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? അവൻ നമ്മുടെ മുൻപിൽ വന്ന് നിൽപ്പുണ്ട്. വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വേദാംശത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിട്ടിരിക്കാം. 3-ാമത്തെ അധ്യായം, ആവർത്തന പുസ്തകം 3-ന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ശക്തമായി വായിക്കുന്നു. 3-ന്റെ 22.
ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. 3:22 ഒന്നുകൂടെ വായിക്കുന്നു. ആ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവം ഇതിലെ 3:22 വരുമ്പോൾ ആമേ സ്തോത്രം, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. ഇന്ന് രാത്രി ആരെയൊക്കെയോ ഭയപ്പെട്ട് ഇതിനകത്തിരിക്കുന്ന ദൈവ കുഞ്ഞ്, നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവ കുഞ്ഞ്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ശമനവരകതുനി വൈഡകരാജകൽക്കനാദി. ആമേ സ്തോത്രം. ഇന്ന് രാത്രി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്കോട് യുദ്ധം ചെയ്യുന്ന ദൈവം, അവൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്, നീ മിണ്ടാതിരിക്ക. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് മൗനമായിരിക്കാനല്ല പറഞ്ഞത്. ആമേൻ. പോർച്ചുഗീസുകാർ ആമേൻ കീഴ്പ്പെടുത്തിയ സൈന്യം വന്ന് കീഴ്പ്പെടുത്തിയ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ എന്തൊക്കെയോ സംഭവിച്ചതുപോലെ ആമേൻ നിങ്ങൾ ഇരിക്കണ്ട. ഈ രാത്രി തമ്പുരാൻ പറയുക, അവൻ നിന്നെ നോക്കി പറയുന്നു, നീ എന്തിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നേ? നീ എന്തിനെ കുറിച്ച് ആദ്യം പിടിച്ചിരിക്കുന്നേ? നീ എന്തിനെ കുറിച്ചാ ഭാരപ്പെടുന്നേ? എന്താ നീ പേടിച്ചിരിക്കുന്നേ? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞതല്ലേ, ദൈവം എണീക്കുമ്പോ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവരെ ശത്രു എന്ത് ചെയ്യുന്നു? ചിതറിപ്പോകുന്നു. അവർ ചിതറിപ്പോകുമ്പോൾ എന്ന രാത്രി അതാണ്. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ പറയുന്നു, ഹല്ലേലൂയ, 17-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യം മുതൽ തന്റെ ജനം സ്തോത്രം ചെയ്ത് വായിക്കുമ്പോൾ അതിനകത്ത് ഓരോ പദങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് ആമേൻ അതിങ്ങനെ കത്തിപ്പടരുക എന്നറിയാമോ? 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആമേൻ. അത് 1-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും 5, 6, 7. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 8, 9, 10, 11, 12, 13, 14, 15. ആമേൻ. തുടർന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഏകദേശം 58 വാക്യമടങ്ങുന്ന ഈ അധ്യായത്തിനകത്തുനിന്ന് ചില വേദാംശം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നു. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു യുദ്ധം നേരിടുകയാണ്. സ്തോത്രം. ഒരു യുദ്ധം, ഫെലിസ്ത്യരുമായ ഒരു യുദ്ധം. അല്ലേ ദൈവദാസനെ, അഭിഷത്തിനെ, ഫെലിസ്ത്യരുമായ അഭിഷത്തിന് യുദ്ധം. അഭിഷത്തന്മാർ സിംഹങ്ങളാ. സിംഹം സിംഹം സിംഹം. സിംഹത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ചത്ത് കിടക്കുന്നതിന് അതിന് വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ കണ്ടതാ. ആമേ സിംഹത്തെ കണ്ടപ്പോ 8-10 പേര് ഓടിപ്പോയ വഴിയിൽ 9 പേരെ, ഏകദേശം 9 പേരോളം സിംഹം കഴിച്ചു തീർത്തു. അപ്പൊ ഇവൻ വിചാരിച്ചു അവൻ മാത്രമേ ഉള്ളൂ. സിംഹം ഓടുകയാണ്. ഓടി അവന്റെ പുറകെ ഇവനെ ഓട്ടിക്കുമ്പോൾ സിംഹം വരുന്നത് പിടിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഏകദേശം 3-4 മീറ്റർ കിടക്ക് ഇത് കമന്നങ്ങ് വീണു. സിംഹം നിന്ന് മണപ്പിച്ചു നോക്കി, ശ്വാസം പിടിച്ച് കിടക്കുക. സ്തോത്രം. ശ്വാസം പിടിച്ച് സിംഹം തട്ടി നോക്കി, അനക്കമില്ല. അത് അവൻ ഓവർകം ചെയ്തങ്ങ് പോയി. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊന്ന് മനസ്സിലായി ഇന്ന് രാത്രി. ഹല്ലേലൂയ. പലതും നിന്നെ പിന്തുടരുമ്പോ നീ കീഴ്പ്പെട്ട് കിടക്കുകയാണോ? പരാജയപ്പെട്ട് കിടക്കുകയാണോ? എന്നാൽ ഇന്ന് രാത്രി പരാജയപ്പെടുന്നവരല്ല സിംഹം. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി ദൈവമൈതലേ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദിന് നേരെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഗോലിയാത്ത്. ഗോലിയാത്ത് നിൽക്കുമ്പോൾ 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 58-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ
അവൻ ഇതുവരെ ധരിക്കാത്തൊരു വസ്ത്രം അവനെ ധരിപ്പിച്ചു. ഇതുവരെ അവൻ അണിയാത്തൊരു വസ്ത്രം അവൻ അണിയുവാനിടയായി. വായിക്കുന്ന 4-ാമത്തെ വാക്യം മുതൽ 6, 5, 6 വാക്യം. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. 17:4. പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും ഒരു ചക്രം നെടുപ്പമുള്ളവനായിരുന്നു. അവന് നോയിക്കേ, അവന്റെ ശരീരത്തിന്റെ വലിപ്പം. അഭിഷത്തെ ഒരു മിനിറ്റ്. അവന്റെ ശരീരത്തിന്റെ വലിപ്പം നോയിക്കേ. അവിടെ ഇങ്ങനെ മുഴക്കണക്ക് അളന്ന് കൂട്ടുകയാ. സ്തോത്രം. അഭിഷേകമുള്ളവന് ഗോലിയാത്ത് ചിലപ്പോ വലിയവനായിരിക്കാം, പറയാനോ പുകഴുവാനോ ഒരുപാട് കാണാം. പക്ഷെ ഇന്ന് രാത്രി നിന്റെ തലയിൽ പകർന്ന അഭിഷേകം കൊമ്പിൽ നിറച്ച അഭിഷേകമാണെങ്കിൽ, കൊമ്പിൽ നിറച്ച തൈലം കൊണ്ടാണ് ദാവീദേ നിന്നെ അഭിഷേകം ചെയ്തതെങ്കിൽ, ഇന്ന് രാത്രി തെല്ലും നീ ഭയപ്പെടേണ്ട. നിനക്ക് ഒരു മല്ലനും നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി ദൂത് പറയുക. ഓ അടപണരാജകൾ പ്രൗഢപരക്ഷ. ഹല്ലേലൂയ. നിന്റെ നേരെ നിൽക്കുന്നവൻ മല്ലൻ പോലെ നിൽക്കുന്ന, കാട്ടുകഴുത പോലെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് പോലെയുള്ള ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ ഫെലിസ്ത്യന്മാരുടെ പാളയത്തിൽ നിന്ന് ഒരുത്തൻ ഇങ്ങനെ നിൽക്കുക. അവനെ കണ്ടപ്പോ തന്നെ ആമേൻ ഫ്രണ്ടിൽ വരുന്നവൻ പേടിച്ചു പോയി. അവനെ കണ്ടത് മാത്രമല്ല കേട്ടോ, അവന് തലയിൽ ഒരു സംഭവം ഇരിപ്പുണ്ട്. വായിച്ച 5-ാമത്തെ വാക്യം. അവന് തലയിൽ ഒരു അവൻ 5000 തൂക്കമുള്ള താമ്ര കവചവും ധരിച്ചിരുന്നു. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. 5-ാമത്തെ വാക്യം. അവന് തലയിൽ ഒരു താമ്ര അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള കവചവും ധരിച്ചിരുന്നു. അവൻ 5000 ശേക്കെൽ തൂക്കം വരുന്ന ഒരു കവചം ധരിച്ചു. 5000 ശേക്കെൽ, 5000 ശേക്കെൽ തൂക്കം. ഇതകപ്പോടെ 3 അടി പൊക്കമുള്ള ദാവീദിന്റെ പുറത്തിട്ട് കൊടുത്താൽ അവൻ അപ്പോഴേ നിലം പതിക്കും. ഹല്ലേലൂയ. അവന്റെ തലയിൽ ഒന്നിരിപ്പുണ്ട്, ഒരു ശിരസ്ത്രം പോലത്തെ ഒരു കവചം എന്ന കിരീടം. ഇതെല്ലാം ധരിച്ച് മല്ലൻ ആമേൻ ആകാശത്തോളം ഉയർന്നു നിൽക്കുകയാ. എന്നാൽ 6-ാമത്തെ വാക്യം പറയുന്നു, അവൻ താമ്രം കൊണ്ടുള്ള ആമേൻ ആമേൻ സ്തോത്രം കാൽ ചട്ടയും ആമേൻ പ്രൈസ് ദി ലോർഡ് ചുമരിൽ താമ്രം കൊണ്ട് ഉള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവൻ എന്തുണ്ടായിരുന്നു? കാലില് താമ്രം കൊണ്ടുള്ള ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ചട്ടമുണ്ടായിരുന്നു കാലില്. ആമേൻ. ചെരുപ്പിന് പകരം ഒരു താമ്രത്തിലിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. താമ്രം എന്ന നല്ല വിലയുള്ള സാധനമാണ് താമ്രം. പ്രൈസ് ദി ലോർഡ്. സമാഗമന കൂടാരം പഠിക്കുന്നവർക്കറിയാം, താമ്രത്തിന്റെ പുറത്ത് 60 120 തൂണ് നിൽക്കുന്നത് താമ്രത്തിന്റെ പുറത്താ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ താമ്രത്തിന്റെ പുറത്ത് നിൽക്കുന്ന സമാഗമന കൂടാരത്തിന്റെ 120 തൂണുകൾ നിൽക്കുന്ന ഈ താമ്രം അതിനെ സൂചിപ്പിക്കുന്നത് ഈ തൂണുകൾ നിൽക്കുന്ന താമ്രത്തിലാണെങ്കിൽ ഈ താമ്രവും തൂണും തമ്മിലെ ബന്ധമുള്ളൂ, ഭൂമിയും ഈ തൂണും തമ്മിൽ ബന്ധമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞ്, നീയും ദൈവമായിട്ട് ഇന്ന് രാത്രി ബന്ധമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ ഗോലിയാത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു ബന്ധമുണ്ട്. ഈ ഭൂമിയുമായിട്ടല്ല ബന്ധം. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ താമ്രവും എന്നെ സഹായിക്കാൻ ഞാൻ ഇട്ടിരിക്കുന്ന ഈ 5000 ശേക്കലിലെ പടച്ചട്ടയ്ക്കും എന്നെ സഹായിക്കാൻ കഴിയും. മാത്രമല്ല എന്റെ കയ്യിരിക്കുന്ന ഒരു വേലുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ നിൽക്കണം നിപ്പ് നോയിക്ക്, ഒരു അഭിഷക്തന്റെ നേരെ. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഷക്തയുടെ നേരെ, ഒരു അഭിഷക്ത തലമുറയുടെ നേരെ ഇന്ന് രാത്രി എത്ര വേല കൊണ്ട് നിന്നാലും, എത്ര ശക്തനാണെങ്കിലും, ഏഴാമത്തെ വാക്യം നോക്കിക്കേ. ഏഴാമത്തെ വാക്യം ഒന്ന് വായിച്ച. ഏഴാമത്തെ വാക്യം. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാർ ഉപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ് ആയിരുന്നു. ഒരു പരിച അവന്റെ മുമ്പേ നടന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന, ഹല്ലേലൂയ, അവന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന എത്ര ശക്തിയുള്ള താമ്രമാണെങ്കിലും, എത്ര വെയിറ്റ് ഉള്ളതാണെങ്കിലും അതിലൊന്നും അല്ല അഭിഷേകത്തിന് നോട്ടം. ഇന്ന് രാത്രി ആ വാക്യം നിങ്ങൾ എപ്പോഴെങ്കിലും അധ്യായം തീർത്ത് വായിച്ചോളണം. അതിനകത്ത് ദാവീദിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവന്റെ കാലോ തലയോ അവന്റെ പ്രൈസ് ദി ലോർഡ് തൊടയോ അല്ലെങ്കിൽ കാൽപ്പത്തിയോ അവന്റെ 500 ശേക്കലൊന്നും അല്ല എനിക്ക് ആവശ്യം. എനിക്ക് ആവശ്യം, ഞാൻ വരുന്നത് എന്റെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. അവൻ നീ എത്ര വലിപ്പമുള്ളവനാണെങ്കിലും, നീ ദേശത്തിൽ എത്ര പ്രബലനാണെങ്കിലും, നിനക്ക് പറയാൻ ഒത്തിരി പാണ്ഡിത്യമുണ്ടെങ്കിലും, നിനക്ക് പറയാൻ ഒത്തിരി മേലെഴുത്തുണ്ടെങ്കിലും, ഇന്ന് രാത്രിക്ക് പറയാനുള്ളത്, എനിക്ക് ആമേ മുമ്പിൽ നിൽക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ്, അവനാണ് യഹോവയായ ദൈവം. ആമേൻ. ശത്രുക്കളുടെ മുൻപിൽ നിരന്നു വന്നപ്പോഴും ദാവീദിന് പറയാനുള്ളത്, എന്റെ തലയിൽ പകർന്നിരിക്കുന്ന അഭിഷേകം. ഇതിനകത്ത് അനുഭവ സമ്പത്തുള്ള ഒത്തിരി അഭിഷക്തന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവദാസന്റെ പുറത്ത് കൈവച്ച ഒരുത്തൻ പോലും നേരെ ചെവുന് നടന്നിട്ടില്ല. എന്തിനേറെ, നേരെ ചെവുന് ചോറ് വാരി കഴിച്ചിട്ടില്ല. ചോറ് വാരണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. ഇന്ന് രാത്രി ദൈവവൈതലേ, അവൻ അഭിഷക്തനായ ദാവീദിന് നേരെ അവൻ വില്ല് കുലച്ചപ്പോൾ, അവൻ വേലെടുത്തപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ വരുന്നത് എന്റെ ദൈവത്തിന്റെ നാമത്തിലാ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ, നിങ്ങൾ ഇന്ന് രാത്രി വീഡിയോ ഓഫ് ചെയ്തിരുന്നാലും നിങ്ങളോട് ദൈവം പറയുന്നു, നിങ്ങളുടെ അഭിഷക്ത ദൈവവൈതലാണോ? നിങ്ങൾ പറയുന്ന അന്യഭാഷയാണോ? നിങ്ങൾ പറയുന്നത് ആത്മനിറവിലാണോ? എന്നിൽ ഇന്ന് രാത്രി നിങ്ങളോട് ദൂത് പറയാനുണ്ട്. ദൈവാത്മനിക്ക് ദൂത് തരികയാ. ഇന്നല്ലെങ്കിൽ നാളെ എന്നല്ല, ഇന്ന് രാത്രി കഴിയും മുൻപേ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്ന് രാത്രി ഞാൻ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവവൈതലേ, ഹല്ലേലൂയ. 31-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ, ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം അതേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. 7-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 7-ന്റെ 7, 7-ന്റെ 20, 8-ന്റെ 21, 3-ന്റെ 26, 3-ന്റെ 10, 11, 12, 12-ന്റെ 3, 12-ന്റെ 4, 12-ന്റെ 9, 12-ന്റെ 8, 12-ന്റെ 11, 12-ന്റെ 18 വാക്യങ്ങളിലേക്ക് വരപ്പെടുമ്പോൾ ഇന്ന് രാത്രി പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം ജയാളിയാണ്. ദൈവവൈതലേ, ദൈവത്തിന് ഇന്ന് രാത്രി നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അടയപ്പെട്ട് കിടക്കുന്ന പലതും ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. ഏത് കീറാമുട്ടി പോലൊരു വിഷയമാണെങ്കിലും ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുത്തു നോക്ക്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം നിന്റെ കുടുംബത്തിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 25-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു,
പറയുന്നു. 25:17 വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. 25 ഹല്ലേലൂയ സമാഗമന കൂടാരം നിർമ്മിക്കുന്നു. ആമേ ഉപയോഗിച്ചത് മരം, ഏത് കതിരുമരം. ആമേ 25:12 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു നിയമപ്പെട്ടകത്തിന് ഏത് മരം, ആമേ ഏത് വൻ പാളയം ഉണ്ടായിരുന്നറിയാമോ? ആമേ സ്തോത്ര. ഇന്ന് രാത്രിയില ദൈവത്തിന്റെ പെട്ടകമായിരിക്കുന്ന നിയമപ്പെട്ടകം 25:12, 25:17, 25:15 മുതൽ 23 വരെ, 26 ആമേ സ്തോത്രം 15 മുതൽ 23 വരെ വായിക്കുമ്പോഴും, ആമേ സ്തോത്രം 26:16 വായിക്കുമ്പോഴും, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ 27:1 ആമേ 2 വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ 28:12 വായിക്കുമ്പോൾ, ദൈവവൈതലേ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഒരു ദൈവവൈതൽ മുഴങ്കാൽ മടക്കുമെങ്കിൽ ദൈവം ഇന്ന് രാത്രി നിനക്കെതിരായി നിൽക്കുന്ന ചില കോട്ടകളെ തകർക്കുവാൻ ദൈവത്തിന് രാത്രി കഴിയും. ചില കുടുംബത്തെ ദൈവാത്മാവ് രാത്രി പുറത്തെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവൈതൽ നീ എന്തിനാ ഭാരപ്പെട്ടിരിക്കുന്നേ? നീ എന്തിനാ ക്ഷീണിച്ചിരിക്കുന്നേ? നീ എന്തിനാ തളർന്നിരിക്കുന്നേ? നീ എന്തിനാ ഭാമേ സ്തോത്ര നെടുവേർപ്പെട്ടിരിക്കുന്നേ? നീ എന്തിനാ പ്രൈസ് ലോർഡ് സങ്കടപ്പെടുന്നേ? നിന്റെ കർത്താവ് യുദ്ധം ചെയ്യാൻ പോയാ. ഹല്ലേലൂയ. നിന്റെ കർത്താവ് യുദ്ധവീരനായ ദൈവമാ. പിന്നെ എന്താ നീ ഗമേ പ്രൈസ് ലോർഡ് നീ കൂളായിട്ടിരിക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ. 28:34 പറയുന്നു, പുരോഹിതന്റെ ഹല്ലേലൂയ അങ്കികളോട് ആമേ വിളുമ്പ് ആമേ നിർമ്മിച്ചിരിക്കുന്നത് പൊന്മണി കൊണ്ടാണ്. ഒരു പുരോഹിതന്റെ അങ്കിയുടെ വിളുമ്പ് നിർമ്മിച്ചിരിക്കുന്ന മണി എന്ന് പറഞ്ഞാൽ പൊന്മണി കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ അന്നത്തെ പുരോഹിതന്മാർ ധരിച്ച വസ്ത്രത്തിനകത്ത് ചെറിയ ചെറിയ മണികൾ സ്ഥാപിച്ചിരുന്നു. 28:34 സ്തോത്രം. ചെറിയ ചെറിയ മണികൾ അന്നത്തെ അഭിഷക്തന്മാരുടെ, പുരോഹിതന്മാരുടെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് വിളിമ്പുണ്ടായിരുന്നു. ഇന്ന് സഹോദരിമാര് ധരിക്കുന്ന സാരിക്കൊരു മുന്താണി എന്ന പോലെ ഇപ്പൊ മുന്താണിയെല്ലാം മാറ്റി അതിനെ എംബ്രോയ്ഡ് വർക്ക് ചെയ്ത് കുറച്ചുകൂടെ വീതി കൂട്ടി ചില മുത്തുകളൊക്കെ വച്ച് പിടിപ്പിച്ച് ആമേ വീതി കൂട്ടി കുറെ കുഞ്ചലങ്ങൾ ഇട്ടതുപോലെ അല്ല ഇത്. ഇത് നിർമ്മിക്കപ്പെട്ട ഓരോ മണിക്കും ഇത്ര വെയിറ്റ് എന്നുണ്ട്, അത് ഇത്ര അകലം പാലിക്കണമെന്നുണ്ട്. ഒന്നിനോടൊന്ന് കൂട്ടി മുട്ടാൻ പാടില്ല, മുട്ടി ഉടക്കാൻ പാടില്ല. അതിൻ്റെതായ തലത്തിൽ പുരോഹിതന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് വരപ്പെടുമ്പോൾ അത്ര ചിത്രപ്പണിയോടെ പുരോഹിതനെ മാനിച്ച എന്റെ കർത്താവ് മാറത്ത് പൊങ്കച്ച ധരിച്ചവൻ, വെള്ളോട്ട് സരസ്വരവുമുള്ള പാദമുള്ള അതേ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി കൂടാരങ്ങളിലേക്ക് അത് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ആമേൻ. തീർന്നില്ല കേട്ടോ. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പുരോഹിതന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കാൽച്ചട്ട എന്ന് പറഞ്ഞാൽ 28:42 അത് ചാണനൂൽ. ശബലവരകധന വൈഡകരാജകൾ കലാതി. പുറപ്പാട് പുസ്തകം ഒന്ന് അരിച്ചു പറക്കി പഠിക്കേണ്ടതായുണ്ട്. നിങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചു വച്ചോ. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവം ഒരു അഭിഷത്തിനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ അഭിഷത്തിന്റെ സകല ഉത്തരവാദിത്വവും ഞാൻ സേവിക്കുന്ന ദൈവത്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? കരയുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരുണ്ട്, ഉപവസിക്കുന്നവരുണ്ട്, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പൊന്മണി എന്ന് പറയുമ്പോൾ അത് മാതളപ്പഴം പോലെ ഇരിക്കും. അതിന്റെ ആകൃതി മാതളപ്പഴം പോലെ. 28:34 എഴുതി വെച്ചു. 28:34 അത് തോന്നിയതുപോലെയുള്ള ഒരു അച്ചിനകത്തെടുത്ത് വച്ച് ഉണ്ടാക്കിയ മണിയല്ല ഇത്. ഇത് ഏത് ആകൃതിയിൽ വരണം? ഓരോന്ന് സൃഷ്ടിക്കപ്പെടുമ്പോൾ ആലയത്തിനകത്ത് മാത്രമല്ല, പുരോഹിതൻ ഇടുന്ന ഷർട്ടിന് എത്ര ബട്ടൺസ് വേണമെന്നും എത്ര പോക്കറ്റ് വേണമെന്നും ദൈവം അവിടെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇന്നത്തെ അഭിഷക്തന്മാരുടെ പോക്കറ്റുകൾ എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ പോക്കറ്റ്, ഇവിടെ പോക്കറ്റ്, എവിടെ പോക്കറ്റ്, ഇപ്പുറത്ത് പോക്കറ്റ്, കാലിൽ പോക്കറ്റ്, ബാക്കിൽ പോക്കറ്റ്, തട്ടിലകത്ത് പോക്കറ്റ്, ചെവിയിൽ പോക്കറ്റ്, മൂക്കിൽ പോക്കറ്റ്, പേനിന്റെ താഴെ പോക്കറ്റ്, അടിയിൽ പോക്കറ്റ്, കയ്യിൽ പോക്കറ്റ്, തൊപ്പിയിൽ പോക്കറ്റ്, എല്ലടോ പോക്കറ്റ്, എല്ലാ പോക്കറ്റിലാ. സ്വന്തം നിയമം പഠിക്കപ്പ. പോദിക്കുന്നിടത്ത് പോക്കറ്റ് വയ്ക്കാൻ പറ്റില്ല. തയ്യക്കാരനോട് പറയും ദാസനെ ഇതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കാൻ പറഞ്ഞാൽ പറയും ഹാർട്ട് പ്രശ്ന, നിന്റെ മൊബൈലിൽ ഇരുന്ന് വീങ്ങും, ഇത് പഴുക്കും, അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കാവും. ഇല്ല, ഇതിനെടുത്ത് താഴോട്ട് വയ്ക്കാൻ പറഞ്ഞാൽ ഉദരത്തിന് പ്രശ്നമാണ്. ദഹനം നടക്കത്തില്ല, ദഹനം നടക്കത്തില്ല. കോശങ്ങൾ തമ്മിൽ, ഇതിനകത്ത് നേഴ്സുമാരിപ്പുണ്ട്, കോശങ്ങൾ തമ്മിൽ ഓരോ കോശത്തിന് ഓരോ സമയമാണ്. 1 മണിക്കൂറുള്ള കോശമുണ്ട്, 2 മണിക്കൂറുണ്ട്, 24 മണിക്കൂറുണ്ട്, 1 മാസത്തെ കോശമുണ്ട്, ആജീവനാന്ത കോശം ഇതിനകത്തില്ല. സ്വത്രം പറ. ഒരു മനുഷ്യ ശരീരത്തിൽ 4000 മസിലുകളാണ്, അല്ലെങ്കിൽ 40,000 കോശങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്, അതിനകത്ത് ഓരോന്നിനും പ്രവർത്തിക്കേണ്ട സമയമുണ്ട്. സമയമില്ലാതെ കയറി ഓവർകം ചെയ്താൽ അടിച്ചു പോകും. അതാണ് കിയോ എന്ന് വണ്ടിയിൽ പോകണ്ടിട്ടുണ്ടോ? കിയോ എന്നുള്ള വണ്ടി കേട്ടിട്ടുണ്ടോ? കിയോ എന്നുള്ള വണ്ടി പോകണ്ടിട്ടുണ്ടോ? അതിൽ ഭയങ്കര സൗണ്ടും ഒച്ചും ബഹളവും ആയിരിക്കും. അതിലെന്തൊക്കെയോ വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി അത് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എടാ മാറിക്കോ, അകത്ത് കിടക്കുന്നവർ വലിച്ചുകൊണ്ട് കിടക്കുക, നീ മാറിക്കോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇടിക്കൂ എന്നല്ല പറയുന്നത്. ആ സിഗ്നലിന്റെ ഒരു ഉദ്ദേശമുണ്ട്. എല്ലാവർക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മുമ്പ് വണ്ടി വാങ്ങിച്ചപ്പോ ഇതേപോലെ സീനിൽ വാങ്ങിച്ച് എന്റെ വണ്ടിയിൽ മണ്ടയ്ക്ക് വെച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ചുമ്മെങ്കിലും വാങ്ങിച്ചു വെച്ചാലോ, ഒന്ന് ഇത് വർക്കാവണ്ട, വെറുതെ ഒന്ന് വാങ്ങിച്ചു വെച്ചാലോ. എങ്കിൽ പിന്നെ അടുത്ത് നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അഭിഷേകൻ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ ഒരു വീഡിയോ ഉണ്ട്. സ്വത്രം. ഞാൻ ചിന്തിക്കുക, ഈ യാത്രകൾ ചെയ്തു പോകുമ്പോൾ വീഡിയോ ഒക്കെ നല്ലതാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കാണാമല്ലോ. തന്റെ ദാസൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പൗലോസ് പാസ്റ്റർ യാത്ര ചെയ്തപ്പോൾ വീഡിയോ ഇങ്ങനെ വന്നു. സ്വത്രം. ബാക്ക് ചെയ്തെടുത്ത വീഡിയോ പാട്ടും ഉണ്ടായിരുന്നു. പാട്ട് ഞാൻ ആ പാട്ട് കേട്ടോണ്ടിരുന്നു കുറച്ച് നേരം. ഹല്ലേലൂയ. ഇതൊക്കെ വലിയ മനസ്സിനകത്ത് ഭയങ്കര ഒരു സന്തോഷമാകട്ടോ. ഇന്ന് രാത്രി യാത്രകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടോ? ഇതിനകത്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ, ഹല്ലേലൂയ, വിദൂരങ്ങൾ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന, ഓരോ ദിവസവും ഓരോ പുതുമ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി തീരുമാനം, ദൈവമേ, ഞാൻ ഭൂമിയുടെ അറ്റത്തോളം നിനക്ക് വേണ്ടി ഞാൻ പോകും, നീ എന്നെ അയക്കത്തോളം ഞാൻ പോയി, നിന്റെ നാമത്തിൽ ഞാൻ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പഠിച്ചത് നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുന്ന വേദാംശം. അടുത്തൊരു വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ആവർത്തനം 20-4. ആവർത്തനം 20-4. ആമേൻ. ആവർത്തനം 20-4. ആമേൻ. വായിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നുവെന്ന് അവരോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് നീ പറയണം. ഹല്ലേലൂയ. നിതീഷ് ബ്രദറെ, ഇന്ന് നിങ്ങൾ പറയണം, എന്റെ ദൈവം എന്റെ കൂടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട്. ഒരു മനുഷ്യൻ വളരുന്ന കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് രാത്രി ശത്രുക്കളെ കണ്ടുപിടിച്ചു മാത്രം യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിതീഷ് ബ്രദറെ, യുദ്ധം ചെയ്യാൻ കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. സ്തോത്രം. യുദ്ധം ദൈവത്തിനുള്ളതാ. ഹല്ലേലൂയ. കണ്ണിന് ഉറക്കം കൊടുക്കാതെ അങ്ങോട്ട് ഇരിയുന്നേ. ദൈവത്തിന് ഇന്ന് പകൽക്കാലം ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട്. ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി കുടുംബത്തിന് വേണ്ടി ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ചില ഇടങ്ങളിൽ തൊടുവാനുണ്ട് ഇന്ന് രാത്രി. ശത്രുക്കളെ കണ്ടുപിടിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം. ആവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ തന്റെ പുസ്തകത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ 20-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ നിനക്ക് യുദ്ധം ചെയ്യാൻ ഇന്ന് രാത്രി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. സ്തോത്രം. എന്ന 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയോ? നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട്. നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന കുതിരപ്പുറത്താ. ഹല്ലേലൂയ. നിനക്ക് അവയെ വെട്ടണമെങ്കിൽ നീ ആ കുതിരയെക്കാളും ഹൈറ്റിൽ ഓവർകം ചെയ്യേണ്ടതുണ്ട്. സ്തോത്രം. കുതിരപ്പുറത്തിരിക്കുന്നവരെ വെട്ടി താഴെ ഇടണമെങ്കിൽ 6 അടിയുള്ള കുതിരപ്പുറത്തിരിക്കുന്ന ഒരുത്തനെ അവരെ വെട്ടി താഴെ ഇടണമെങ്കിൽ നീ അതിനേക്കാൾ പ്രാർത്ഥിച്ച് മുകളിൽ കയറണം. ആമേൻ. കുതിരകളോടും രഥങ്ങളോടും ആമേൻ സ്തോത്രം നിന്നിലും അധികം ജനത്തെയും ആമേൻ കാണുമ്പോൾ പേടിക്കരുത്. എന്ത് ചെയ്യരുത്? പേടിക്കരുത്. പേടിച്ചിരിക്കുക കേട്ടോ. പേടിക്കരുത്. നിതീഷ് ബ്രദർ പേടിക്കരുത്. ഹല്ലേലൂയ. പേടിക്കരുത് കേട്ടോ. പേടിക്കരുത്. ഭയം ഇന്ന് രാത്രി നമ്മുടെ ശരീരത്തിൽ വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി പേടിക്കരുത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ദൈവം അങ്ങ് ഇറങ്ങുക. എന്തിനാ ഇറങ്ങണമെന്ന് അറിയാമോ? ദൈവത്തിന് ഇത് പ്രവർത്തി ചെയ്യാനുണ്ട്. സ്തോത്രം. ഈ ദൂത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആമേ പൗലോസ് പാസ്റ്ററോട് ആ ദൂത് കണക്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവദാസനോട് ആ ദൂത് കണക്ട് ചെയ്യുക. ആ നിതീഷ് ബ്രദറെ ആ ദൂത് ഇങ്ങനെ രണ്ടിനും കണക്ട് ചെയ്ത് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുക. ആമേ സ്തോത്രം. ആമേ ഇന്ന് രാത്രി ചില കുതിരകളോടും ഹല്ലേലൂയ രഥങ്ങളോടും രഥങ്ങളോടും എന്ന രാത്രി ഹല്ലേലൂയ ആമേൻ നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഓ, എന്ന് രാത്രി നിന്നോട് കൂടെയുള്ള ഒരു ദൈവം. എവിടെന്നാ എന്നെ കൊണ്ടുവന്നേ? മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എന്ന് രാത്രി കൊണ്ടുവന്നവൻ വിശ്വസ്തൻ, നിർത്തുവാൻ വിശ്വസ്തൻ, നടത്തുവാൻ വിശ്വസ്തൻ, പുലർത്തുവാൻ വിശ്വസ്തൻ. ആമേൻ ആമേൻ. അവൻ അന്ത്യത്തോളം നമ്മെ വിശ്വസ്തയോട് നടത്തുവാൻ അവൻ വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത് രാത്രി പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ അഭിഷക്തന്മാരെ, പ്രാർത്ഥിച്ചോ. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രി നിതീഷ് ബ്രദറിന്റെ വൈഫിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. ശമനവരകതുനി അംതല വൈഡവ ജൂഡവരംതല വൈഡക്കടകവരംതകരാജകൽക്കനാദി. കർത്താവിന്റെ ദാസിയെ, നിങ്ങൾ കരഞ്ഞതും കണ്ണീരൊഴുക്കിയതുമായ സമയങ്ങൾ, നിങ്ങൾ കരഞ്ഞതും കണ്ണീരൊഴുക്കിയതുമായ സമയങ്ങൾ. ഓ, ഇത് മതി കർത്താവേ, എന്റെ ജീവിതം ഇത് മതി. ഇനി എനിക്ക് മുമ്പിലോട്ട് ഇനി യാത്ര ഇല്ല, ഇതോടെ തീർന്നു. ആമേൻ. ഇനി എന്തിന് കർത്താവേ? ആമേ, ഇത് ഞാൻ പണ്ടേ അറിഞ്ഞിരുന്നു എങ്കിൽ വേണ്ടായിരുന്നു. പക്ഷെ ദൈവം പറയുന്നു 2025 മൂന്നാമത്തെ മാസം 16ാമത്തെ ദിവസം തമ്പുരാൻ പറയുന്നു, ഈ വർഷം ആമേ നീ കരഞ്ഞതിനും ആമേ സ്തോത്രം ദൈവസന്നിധിയിൽ പിറുപിറുത്തതിനും അയ്യം വിളിച്ചതിനും മാറത്തടിച്ചതിനും പല രാത്രികളിലും റൂമിന്റെ ഒരു മൂലക്കിരുന്ന് കരഞ്ഞതും ആമേ സ്തോത്രം ഒരു ഷീറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഓ പ്രൈസ് ദി ലോർഡ്, ഒന്ന് ഒളിച്ച് പേടിച്ച് ഒരു കുറുമ്പ്രാവ് ഒളിച്ചിരിക്കുന്നത് പോലെ ഒളിച്ചിരിക്കുന്നത് പോലെ എന്തൊക്കെയോ പേടി സ്വപ്നം പോലെ വേട്ടക്കാരൻ വേട്ടക്കിറങ്ങുമ്പോൾ നായാട്ടിനിറങ്ങുമ്പോൾ അവരെ കണ്ട് പേടിച്ചൊതുങ്ങുന്ന ഒരു പക്ഷിയെ പോലെ പേടിച്ചൊതുങ്ങിയ ചില ദിനരാത്രികൾ ദൈവാത്മാവ് ദർശിക്കുന്നു ദൈവദാസിയെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, 23ാമത്തെ അധ്യായത്തിന്റെ 15ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഒന്ന് തിരിക്കുമ്പോൾ അവിടെ 23:15 ഇങ്ങനൊരു വാക്കുണ്ട്, വെറും കൈയുടെ ആമേൻ വരാൻ പാടില്ല, ഒരു സ്ഥലം ദൈവസന്നിധിയാ. നീ വെറും കൈയോടെ ഇനി ആലയത്തിനകത്ത് കയറി ചെല്ലരുത്. പോകുമ്പോ എന്തെങ്കിലും ഒരു കയ്യിലൊന്ന് കരുതിക്കൊള്ളണം. ഒരു തേങ്ങയോ ഒരു വെണ്ടയ്ക്കായോ ഒരു മുരിങ്ങയ്ക്കായോ ആമേ ചില വരുന്ന 10 ആഴ്ച, ഓ
ദൈവത്തിന്റെ ആലയത്തിൽ പ്രിയ ദാസിയെ നിങ്ങൾ കടന്നു ചെല്ലുമ്പോ എന്തെങ്കിലും ഒന്ന് കരുതി ആ മേശയുടെ അടുത്ത് കൊണ്ട് നിങ്ങൾ വച്ചാൽ വരുന്ന 10 ആഴ്ച, ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, വരുന്ന 10 ആഴ്ച എവിടെയോ ശൂന്യമായി കിടക്കുന്ന, കാട് പിടിച്ചു കിടക്കുന്ന ഉടമനരകത ശംഭവരാജകൾ കനാദി, ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പറഞ്ഞാൽ കൽപ്പാത്രമുണ്ടല്ലോ, കൽപ്പാത്രം, അതെ, പുറം ചേറ്റിൽ കഴുകൾ ചവിട്ടി കഴുകാൻ വേണ്ടി മാത്രം വച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. പക്ഷെ അതില് എല്ലാ ആമേ സ്തോത്രം 5 കൽപ്പാത്രങ്ങൾ ഇങ്ങനെ കഴുകി എടുത്ത് അതിനെ ഇങ്ങനെ ഉറച്ചപ്പോൾ അത് വീഞ്ഞാക്കി കോരി കൊടുത്ത് വിരുന്നുവാഴി പോലും ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ ചിന്തിക്കാത്ത മേഖല ആമേ സ്തോത്രം അത് സംഭവിക്കുമ്പോ അത് ചോദിക്കുക ഇവിടെ കൊണ്ട് വച്ചിരുന്നു ചോദിച്ചപ്പോൾ പറയുക ഇത് ഇപ്പോഴുള്ളതാ, ഇത് ഏറ്റവും മേൽമായതാ. ദൈവദാസിയെ എവിടെയൊക്കെയോ ഹല്ലേലൂയ നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കുവാറുണ്ട്. എത്രത്തോളം രാത്രി നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ, ഒരു പേടി സ്വപ്നമായി മാറിയിരുന്നിട്ടുണ്ടോ, അത്രയും ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിൽ പലിശയും കൂട്ടുപലിശയും കൂടെ ചേർത്ത് തമ്പുരാൻ തരുന്ന നാഴിക വിദൂരമല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഒരു സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഉടമലരകത ശമലപരകതുലി ഞാൻ നിങ്ങളെ മേത്തരമായ ഒരു മുദ്രമോദരമാക്കി തമ്പുരാൻ ഇടുന്ന ദിവസങ്ങൾ വൃഥാമേൽ അവയെ പ്രൈസ് ദി ലോർഡ് ആസന്നമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. ഉടബാരവൽഖന വൈഡകരാജകൽഖനാദി 23:15 23:18 23:19 ഹല്ലേലൂയ 23:8 23:14 ആമേൻ സ്തോത്രം. ഇത്രയും വാക്യങ്ങൾ ദൈവദാസി വായിച്ചോളണം. ഹല്ലേലൂയ സ്തോത്രം. 23:8 23:14 23:15 23:18 23:19 ഹല്ലേലൂയ 23:26 ഇത്രയും വേദാംശങ്ങൾ നിങ്ങൾ വായിക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രികൾ വിദൂരമല്ല. ഈ രാത്രി എവിടെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് ആമേ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കെതിരെ നിന്ന ചില കോട്ടകൾ ദൈവം പൊളിക്കാൻ പോകുകയാ. ദൈവദാസനെ കോട്ടകൾ ദൈവം പൊളിക്കാൻ പോകുകയാ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കെതിരെ നിന്ന കോട്ടകളെ ദൈവാത്മാവ് പൊളിക്കാൻ പോകുകയാ. ഈ 2025 കഴിയും മുൻപ് ചില കോട്ടകളെ പൊളിച്ച് അതിനകത്തിരിക്കുന്ന ചില നന്മകൾ നിങ്ങൾ പ്രാപിക്കാൻ പോകുകയാ. ആമേ നിങ്ങൾ മാത്രമല്ല കേട്ടോ, ആമേ തലമുറകളും അവരുടെ തലമുറകളും പ്രാപിക്കത്തക്ക തലത്തിൽ ഞാൻ ചില കോട്ട മതിലുകളെ പൊളിച്ച് ചില നന്മകൾ തരുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിലും രാത്രി സ്തോത്രം പറഞ്ഞു. ദൈവത്തിന് രാത്രിയിൽ ചില വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഒരു തങ്കം പോലെ പുറത്തെടുക്കുന്ന ഒരു തൈലക്കാരനെ പോലെ നടത്തുന്ന ഒരു താമ്ര തൊട്ടി പോലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകളിൽ ശുശ്രൂഷയുടെ മുഖത്തൊരു തൈല നദി പോലെ ദൈവത്തിന്റെ ആത്മാവ് ഒരു സുഗന്ധം വീശുന്ന ഒരു തൈലക്കാരനെ പോലെ ഈ നാളുകളിൽ പ്രൈസ് ദി ലോർഡ് ഒരു തങ്കം പോലെ അതിനെ പുറത്തെടുക്ക്. നിലവിളക്ക് എന്നത് ലോകം കൊണ്ടല്ല, അത് നിർമ്മിക്കപ്പെട്ടത് തങ്കം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ആ നിലവിളക്ക് ഈ നാളിൽ കത്തി പടരട്ടെ. അതുരമാന ശബ്ദനാ ദീപൽ പ്രൗഢവരക്ഷം